ഒരു പള്ളി. പള്ളിയിലല്ല കാര്യം, പള്ളിയിൽ അച്ഛനിലാണ് കാര്യം. ഈ മങ്ങി തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ അച്ഛൻ. ഫാദർ സക്കറിയ മൂലത്തറ. മൂലത്തറ അച്ഛൻ എന്നാണ് പൊതുവെ എല്ലാവരും വിളിക്കുന്നത്. അച്ഛൻ ഈയിടെയായി കട്ട വിഷമത്തിലാണ്. എപ്പോഴും സാഡ്നെസ്, ലോൺലിനെസ്. ഒരുമാതിരി ഗൗതം മേനോന്റെ സെക്കൻഡ് ഹാഫിലെ നായകന്മാരെ പോലെ ആകെപ്പാടെ ഒരു ലവ് ഫെയിലിയർ മട്ട്. ഈ കാണിക്കുന്നതിനൊക്കെ ലവ് ഫെയിലിയർ അല്ലാതെ മറ്റൊരു കാരണമുണ്ട്. അച്ഛൻ ഇവിടെ ചാർജ് എടുത്ത് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കുമ്പസാരം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യത്തിനായി രാവെന്നോ പകലെന്നോ ഇല്ലാതെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ സാഡിൽ നടക്കുന്ന മൂലത്തറയച്ഛൻ്റെ ഒരു നോർമൽ ദിവസത്തിലേക്ക്. ആമേൻ. എനിക്ക് കുമ്പസാരിക്കണം. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അച്ഛൻ ആലോചിച്ചു. അത് വേണ്ട, അടക്കാനാവാത്ത സന്തോഷം മുഴുവൻ ഒരു ചെറു ചിരിയിൽ അച്ഛൻ ഒതുക്കി. വാ. തുടങ്ങിക്കോളൂ. അച്ചു, വളരെ നല്ല ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അധികം തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കണം എന്ന എൻ്റെ ആഗ്രഹം. പക്ഷേ ഈയിടെയായി നമ്മുടെ ഇടവിലെ തന്നെ ഒരു പെൺകുട്ടി. പെൺകുട്ടിയോ? അവളെന്നോട് തെറ്റായ വികാരത്തോടെ പെരുമാറുന്നു. അവളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ ഉപദേശിച്ചു. എന്നിട്ടും ആരാ മോനെ ആ പെൺകുട്ടി? ഇല്ലച്ചോ, അത് ഞാൻ പറയില്ല. നീ ആ പേരെങ്കിലും ഒന്ന് പറ. ഇല്ലച്ചോ, അത് ശരിയാവില്ല. അത് ഞാൻ പറയില്ല. കുന്നേപ്പറമ്പിലെ ഡേവിഡിന്റെ മകൾ ഡേസിയാണോ? ഇല്ലച്ചോ, ഞാൻ പറയില്ല. കുരിശുമുക്കിലെ ലിസിയുടെ മകൾ ജെസിയാണോ? അച്ഛാ പ്ലീസ്, അച്ഛൻ അതുമാത്രം ചോദിക്കരുത്. അച്ഛൻ അവളെ മനസ്സുമാറാൻ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവ് നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കട്ടെ, എന്നുമെന്നേക്ക് നിന്നോട് കൃപയായിരിക്കുകയും ചെയ്യട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അച്ഛനെ, പുതിയ 2 ടീച്ചറുകളെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുന്നേപ്പറമ്പിൽ ഡേവിഡിൻ്റെ മകൾ ഡേസിയും
കുരിശുമുക്കിലെ ജെസ്സിയുടെ മകൾ ലിസി. പോവാം. എന്നാ പിന്നെ പണി തുടങ്ങാം അല്ലേ മച്ചാനെ? Two-step with me, two-step with me.